Hello all, I am Shamil Shashi, Faculty for Post-Independence History at ILM-IAS Academy. So in this session, we'll take a quick overview about Dalit movements in Indian history. So Dalit movements വെച്ചാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈസ് ഡോക്ടർ B.R. അംബേദ്കർ ആൻഡ് അംബേദ്കറൈറ്റ് മൂവ്മെന്റ്സ്. ബട്ട് ദളിത് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്. വേറെയും ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഹ്യൂജ് ടോപ്പിക്. ബട്ട് നമ്മൾക്ക് പെട്ടെന്ന് ഇമ്പോർട്ടൻറ്റ് മൂവ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഓടിച്ചോടിച്ച് നോക്കാം. So the term Dalit was first coined by Jyotiba Rao Phule, who was a social reformer in Maharashtra region. The term Dalit means oppressed or broken in Sanskrit. So Dalit എന്ന് വെച്ചാൽ ആരാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് നമ്മൾക്ക് അറിയാം. Anyways, they are considered to be the lowest classification or caste according to the Varnashrama system in Hindu tradition. So അതിൽ അവരെ അൺടച്ചബിൾ ആയിട്ടാണ് മിക്ക അപ്പർ കാസ്റ്റും അവരെ കാണുന്നത്. അൺടച്ചബിൾ എന്ന് മാത്രമല്ല, അവരെ ഒരു ഹ്യൂമൻ ആയിട്ട് കൂടെ മിക്ക പാർട്സ് ഓഫ് ഇന്ത്യയിലും കാണാറില്ല. സോ ദേ ഓൾവേസ് ഹാഡ് ഫേസ്ഡ് ആൻ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. സോ അതുകൊണ്ട് തന്നെ ദളിത് മൂവ്മെന്റ്സ് ഓൾവേസ് ഹാഡ് എ പെക്യൂലിയർ ക്യാരക്ടർ ആൻഡ് ദെയർ ഡിമാൻഡ്സ് ഹാസ് പ്രോഗ്രസ്ഡ് ഇൻ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനർ. സോ ഫസ്റ്റ് ഇനീഷ്യലി they had to fight for creating a social acceptance or social identity. After that, the demand progressed to acquiring political empowerment. പിന്നീട് അത് ഡിമാൻഡ് ഫോർ എക്കണോമിക് എംപവർമെന്റ് ആയി മാറി. സോ ആദ്യം തന്നെ ഈ ദളിത് മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈസ് മേജർലി ബിക്കോസ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, വിച്ച് പ്രൊമോട്ടഡ് ദി ഐഡിയ ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഫ്രീഡം, അങ്ങനത്തെ കുറെ വെസ്റ്റേൺ കോൺസെപ്റ്റ്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. സോ അതിന് മുന്നേ വരെ ദളിറ്റ്സ് കണ്ടിന്യൂസ്ലി തോട്ട് ദാറ്റ് അവരുടെ ഡെസ്റ്റിനി ഇതാണ്. ദേ ആർ നെവർ മെന്റ് ടു റൈസ് എബവ് ദെയർ സോഷ്യൽ സ്റ്റേറ്റസ്. അപ്പൊ ഇങ്ങനത്തെ വെസ്റ്റേൺ സൊസൈറ്റിയിലൊക്കെ, ഡെവലപ്ഡ് സൊസൈറ്റീസിൽ ഈക്വാലിറ്റി കൺസെപ്റ്റ് ഉണ്ട്, ഇതേപോലെ കാസ്റ്റ് ഡിവിഷൻസ് ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ദേ റിയലൈസ് ദാറ്റ് ഓക്കെ, ഇത് അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സിസ്റ്റമാണ്. ദേ ഷുഡ് റൈസ് എബവ് ദിസ്. അങ്ങനെയാണ് ഡിമാൻഡ്സ് ഫോർ ദളിത് റൈറ്റ്സ് വരുന്നത്. സോ മേജർലി 19th സെഞ്ചുറിയിൽ മഹാരാഷ്ട്ര റീജിയനിൽ നേരത്തെ പറഞ്ഞ പോലെ ജ്യോതിബ റാവു ഫൂലെ, സത്യശോധക് സമാജൊക്കെ തുടങ്ങുകയാണ്. വേറെയും കുറെ റിഫോമേഴ്സ് ഉണ്ടായിരുന്നു ഇൻ ദാറ്റ് റീജിയൻ. പിന്നെ 20th സെഞ്ചുറിയുടെ സ്റ്റാർട്ടിങ്ങിൽ ദർ കംസ് ആദി ഹിന്ദു മൂവ്മെന്റ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ, ആദ്യത്തെ ഹിന്ദുസ് ആണ് ദളിത് എന്ന് പറയുന്ന ഒരു ഐഡിയോളജിക്കൽ മൂവ്മെന്റ് ആണത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു ഐഡന്റിറ്റി കൊടുക്കുകയാണ് ദാറ്റ് ബിഫോർ ആര്യൻ ഇൻവേഷൻ ദളിറ്റ്സ് ആർ ദി വൺസ് ഹു റൂൾഡ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. സോ ആര്യൻ കോൺകറേഴ്സ് വന്നു, ഇവരെ ബിക്കോസ് ഓഫ് ദെയർ സുപ്പീരിയർ പവർ ഇവരെ കോൺകർ ചെയ്തിട്ട് ദേ ഇമ്പോസ്ഡ് ദെയർ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ആൻഡ് ആ കാസ്റ്റ് സിസ്റ്റത്തിൽ ഇവർക്ക് ലോവസ്റ്റ് സ്റ്റേറ്റസ് കൊടുത്തു, which led to their socio-economic deterioration. So അങ്ങനെ അവർക്ക് this instilled a sense of confidence and a sense of identity in them. അപ്പോൾ ഇനി പാസ്റ്റ് ഹിസ്റ്റോറിക് റൈറ്റ്സ് വീണ്ടെടുക്കാൻ ഇവര് മുന്നിലോട്ട് വരണം എന്നുള്ള ആ ഒരു തോട്ട് ദളിത്സിൽ ഉണ്ടാവുകയാണ്. Then after that comes Dr. B.R. Ambedkar and Ambedkarite movements. So he led people into various satyagrahas like Mahar Satyagraha and various entry movements. ഇതുവരെയുള്ള കാസ്റ്റ് ഓപ്പറേഷൻസ് റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് അവർ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് കംസ് ഗാന്ധിജീസ് ഹരിജൻ മൂവ്മെന്റ്. ഗാന്ധിജി കോയിൻഡ് ദി ടേം ഹരിജൻ. ഹരിയുടെ ജനങ്ങൾ, അതായത് വിഷ്ണുവിന്റെ മക്കൾ. സോ അവരും ഗോഡ് ക്രിയേറ്റഡ് പീപ്പിൾ ആണ് എന്നുള്ളൊരു സെൻസ് ദളിത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഹരിജൻ മൂവ്മെന്റ് തുടങ്ങിയത്. ഈ അംബേദ്കറും ഗാന്ധിജിയും ഒരുപാട് അസോസിയേഷൻസ്, ഫെഡറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ടു എൻഷുർ ദളിത് അപ്ലിഫ്റ്റ്മെന്റ്. പിന്നെ ഇന്ത്യ ഗോട്ട് ഫ്രീഡം. ഇന്ത്യ ക്രിയേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ഡോക്ടർ B.R. അംബേദ്കർ. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷനിലും there were a lot of provisions like Article 17 which prohibited untouchability and Article 330 to 342 which contain provisions towards upliftment of backward castes. പിന്നെ അത് മാത്രമല്ല, നെഹ്റു ഗവൺമെന്റ് ബ്രോട്ട് ആന്റി അൺടച്ചബിലിറ്റി ആക്ട് ഓർ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് ഓഫ് 1955. അങ്ങനെ ഒരുപാട് ലീഗൽ പ്രൊവിഷൻസ് വരികയാണ് ടു ഗിവ്
upliftment or to give an identity for Dalits. പിന്നീട് ഇച്ചിരി കഴിഞ്ഞ് 1970s there comes Dalit Panther movement, which was inspired from Black Panther movement of USA. ഇത് initially started to oppose the oppressions or violence against Dalit. പിന്നീട് it focused on Dalit literature. അപ്പൊ ഈ പാന്തർ മൂവ്മെന്റ് ആണ് എന്താ എല്ലാ ദളിത്തിനെയും ഇൻസിസ്റ്റ് ചെയ്തു ടു യൂസ് ദി ടേം ദളിത് ഇറ്റ് സെൽഫ് ഐഡന്റിറ്റി ആയിട്ട് ദളിത് എന്നുള്ള ടേം യൂസ് ചെയ്താൽ മതി എന്നതാണ് ആ മൂവ്മെന്റിന്റെ ഉദ്ദേശം. സോ ആഫ്റ്റർ ദാറ്റ് ആണ് ദളിത് എന്നുള്ള ആ ടെർമിനോളജിയുടെ പോപ്പുലാരിറ്റി കൂടുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു ഐഡന്റിറ്റി മെല്ലെ മെല്ലെ ക്രിയേറ്റ് ആയി വരികയാണ് ഫോർ ദളിത്സ്. സോ ദി നെക്സ്റ്റ് സ്റ്റെപ്പ് മൂവ്സ് ടുവേർഡ്സ് പൊളിറ്റിക്കൽ എംപവർമെന്റ്. ഇപ്പം 1980s 1970s 1980s BAMSEF എന്നുള്ളൊരു അസോസിയേഷൻ ഈസ് ബീങ് ക്രിയേറ്റഡ് ബൈ കൺഷി റാം, മേജർലി ഫോർ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ. സോ ഇതിന്റെ പോപ്പുലാരിറ്റി നന്നായി റൈസ് ചെയ്തപ്പോൾ ആണ് ദേ എസ്റ്റാബ്ലിഷ് ദി പാർട്ടി ഫോർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് നോൺ ആസ് ബഹുജൻ സമാജ് പാർട്ടി. അങ്ങനെ വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ഓഫ് ക്രിയേഷൻ ഇന്ത്യ ഗോട്ട് ഇറ്റ്സ് ഫസ്റ്റ് ദളിത് CM ever in a state as Mayawati of UP in 1995. അപ്പം ഇതൊക്കെ വരാൻ വേറെ കോൺസ്റ്റിറ്റ്യൂഷനിലെ റിസർവേഷൻ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഹാഡ് പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കംസ് ദെയർ ഡിമാൻഡ് ഫോർ എക്കണോമിക് എംപവർമെന്റ്. സോ 1990s ഇന്ത്യ അഡോപ്റ്റഡ് LPG റിഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. സോ ദാറ്റ് മീൻസ് സ്റ്റേറ്റിന്റെ കൺട്രോൾ കുറയാണ് ഓൺ എക്കണോമി ആൻഡ് പ്രൈവറ്റിന്റെ കൺട്രോൾ കൂടുകയാണ്. സോ ഒബ്വിയസ്ലി നൗ എക്കണോമി വിൽ ബി മോസ്റ്റ്ലി കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് സെക്ടർ. സോ പ്രൈവറ്റ് സെക്ടർ ആ ടൈമിൽ വാസ് ഡോമിനേറ്റഡ് ബൈ അപ്പർ ക്ലാസ് ആൻഡ് അപ്പർ കാസ്റ്റ്. സോ ഒബ്വിയസ്ലി ഒരു അപ്പർ കാസ്റ്റിന്റെ കമ്പനിയിൽ അവർ റിക്രൂട്ട് ചെയ്യാൻ പ്രിഫർ ചെയ്യുക അപ്പർ കാസ്റ്റ് തന്നെയായിരിക്കും. സോ ഇത്രയും നാളും പബ്ലിക് സെക്ടർ ആകുമ്പോൾ, ഗവൺമെന്റ് കമ്പനീസ് ആകുമ്പോൾ അവിടെ റിസർവേഷൻ കാരണം ദളിത്സിന് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എംപ്ലോയ്മെന്റ് കിട്ടാറുണ്ടായിരുന്നു. ബട്ട് ഇനി പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ആകുമ്പോഴത്തേക്ക് ദർ ചാൻസസ് ടു ഗെറ്റ് എംപ്ലോയ്മെന്റ് ഓർ ഈവൻ എഡ്യൂക്കേഷണൽ സീറ്റ്സ് ഒക്കെ വളരെ കുറഞ്ഞ് വരും. സോ അങ്ങനെയാണ് ദളിത് ക്യാപിറ്റലിസം എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. So Dalit intelligence of that time insisted or encouraged Dalit people to enter into entrepreneurship or capitalist culture. So they felt that capital is the best way to break the caste structure in modern economy. So അങ്ങനെ Dalits companies ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ആൻഡ് ഗ്രാജുവലി അവരുടെ കമ്പനി പ്രൊപ്പോർഷൻസ് ഒക്കെ കൂടി വന്നു. ഇപ്പൊ റീസെന്റ് ഗവൺമെന്റ് സ്കീംസ് ലൈക്ക് മുദ്ര യോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം, ഇതൊക്കെ ദളിത് ക്യാപിറ്റലിസം പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് ഗവൺമെന്റ് സ്കീംസ് ആണ്. പിന്നെ റീസെന്റ് പാസ്റ്റിൽ നോക്കുകയാണെങ്കിൽ there are a lot of ദളിത് ഹ്യൂമൻ റൈറ്റ് മൂവ്മെന്റ്സ് ആൻഡ് അതിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ഓർഗനൈസേഷൻ അറ്റ് പ്രസന്റ് ഈസ് ഭീം ആർമി ലെഡ് ബൈ ചന്ദ്രശേഖർ ആസാദ്. സോ ഇങ്ങനെ അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രഷൻ ആണ് ദളിത് മൂവ്മെന്റ്സിന് ഉണ്ടായിട്ടുള്ളത്. ബട്ട് വി നോ their fight for justice and equality is still ongoing. But these Dalit movements has played a very important role in upliftment of Dalit or their improvement of their socio-economic conditions in Indian history. Okay, thank you. Come and join iLearn IAS and feel the difference.